പ്രഹസനമെന്ന ഒരു വാക്കുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ BJP കേരളമൊട്ടാകെ നടത്തിയത് ഈ ഒരു പരിപാടിയാണ്. അതായത് ആളുകളെ പൊട്ടന്മാരാക്കുക. മെഗാ അദാലത്തുകളാണ് എല്ലായിടത്തും നടന്നത്. അദാലത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവുന്നവൻ ഈ പണി ചെയ്യുകയില്ല. അദാലത്ത് കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് പ്രശ്നപരിഹാരമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തവൻ അദാലത്ത് നടത്തിയിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ്? വെറുതെ ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുവാൻ ഒരു കാരണമുണ്ടാക്കുക. ഓണം വരാൻ ഒരു മൂലം വേണമല്ലോ. കേരളത്തിൽ അദാലത്തിന് തുടക്കമിട്ടത് 986 സാമൂഹിക ജലസേചന പദ്ധതിയോടൊപ്പം ജില്ലകളിലേക്ക് പോയി ജല ദൗർലഭ്യത്തെപ്പറ്റി ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു പദ്ധതി KM മാണി ആവിഷ്കരിച്ചതാണ്. ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയുടെ കയ്യിൽ നിന്ന് ധനകാര്യ വകുപ്പ് എടുത്തുമാറ്റി മന്ത്രിസഭയിൽ മാണിയെ കരുണാകരൻ ഒതുക്കി. ആർക്കും വേണ്ടാത്ത ജലസേചന വകുപ്പ് കൊടുത്തു. 6 മാസം വാതിലടച്ചിട്ടിരുന്നു. ആ വകുപ്പിനെ പറ്റി പഠിച്ച് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു സാമൂഹിക ജലസേചന പദ്ധതി. ജില്ലകൾ തോറും അദാലത്ത് പോലെ ഒരു സംഭവം നടത്തി ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് പരിഹാരം ഉടനടി നിർദ്ദേശിച്ചു പോകുന്ന ഒരു പദ്ധതിയായിരുന്നു. മാണിക്ക് അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, താൻ ഒതുക്കപ്പെട്ടിട്ടില്ലെന്നും തന്നെ ആര് വിചാരിച്ചാലും ഒതുക്കാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രിയെയും ജനങ്ങളെയും ബോധിപ്പിക്കുക. ഒപ്പം പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകുവാനുള്ള ഊർജം സമ്പാദിക്കുക. പിന്നീട് വന്ന മന്ത്രിസഭയിൽ റവന്യൂ അദാലത്ത് കൊണ്ടുവന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കാണുകയും ചെയ്തിരുന്നു. അതിനെ പിന്തുടർന്നാണ് ഉമ്മൻചാണ്ടിയുടെ പൊതുജന സമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത്. അവിടെയെല്ലാം ഭരണം കയ്യിലുള്ളത് കൊണ്ട് ചില കാര്യങ്ങളിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് ഒരു പഞ്ചായത്തിലെ വീട്ടു നമ്പറിന്റെ കാര്യത്തിലോ എന്തിന് ഒരു കരമടച്ച് രസീത് കൊടുക്കാനുള്ള കാര്യത്തിൽ പോലും ഉത്തരവിടാൻ സാധിക്കാത്തയാളാണ്. ഇങ്ങനെയുള്ള ആളാണ് പൊതുജനങ്ങളുടെ പരാതി കേട്ട് പരിഹാരമുണ്ടാക്കാൻ ആളെ വിളിച്ചു കൂട്ടുന്നത്. മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ മുഴുവൻ പ്രവർത്തകരും ഇയാൾ കെട്ടിയാടുന്ന വെണ്ടിത്തരങ്ങൾക്ക് കൈകൊട്ടി കൂടെ നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരായി മാറി. എന്തൊരു പ്രഹസനമാണ്! രാജീവ് നഗ്നനാണെന്ന് പറയുവാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ? രാജീവ്ജിയുടെ വിസർജ്യത്തിന് മുല്ലപ്പൂവിന്റെ സുഗന്ധമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി നടക്കുന്ന ഒരപ്പനും മകനും ഒഴിച്ച് ഈ പാർട്ടിയിൽ പണിയെടുത്തിരുന്ന ബലിദാനികളുടെ ബന്ധുക്കൾ അടക്കമുള്ളവർക്ക് എന്ത് വിലയാണുള്ളത്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മുകൾത്തട്ടിലുള്ള കുറച്ചു പേർക്കെങ്കിലും പാർട്ടിയെ പറ്റി ഒരു പൊതുധാരണ വേണ്ടേ? ഇവിടെ ആർക്കും ഒന്നിനോടും ഒരു ഉത്തരവാദിത്വമില്ല. ഒരു ജന്മം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയോ ജീവൻ ബലി കൊടുക്കുകയോ ചെയ്തവരിന്ന് പാർട്ടിയിൽ അന്യരാണ്. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ചിലരോട് ചോദിക്കേണ്ടി വരുന്നു. 4.5 പതിറ്റാണ്ട് കാലം ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് വേണ്ടി തെറി കേൾക്കുകയും തല്ലുകൊള്ളുകയും ചെയ്തവരാണ് ഇന്ന് കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വരുന്നത്. പണ്ട് അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നൊരു സിനിമയുണ്ടായിരുന്നു. പ്രേം നസീറും അടൂർ ഭാസിയും നായകന്മാരായിരുന്നു. ഉമ്മറായിരുന്നു വില്ലൻ. രാജകുമാരനായ ഉമ്മറിനെ പുകഴ്ത്തിക്കൊണ്ട് നസീറും അടൂർ ഭാസിയും കൂടി പാടുന്ന ഒരു പാട്ടിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾക്കെല്ലാം സുപരിചിതമായ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ വെറും ശൂനകനോ എന്ന് തുടങ്ങുന്ന ആ ഗാനം. ആ ഗാനത്തിൽ 2ാം ഭാഗത്ത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. ചില നീട്ടിയും കുറുക്കിയും ഒക്കെയാണ് നസീർ പാടുന്നത്. പട്ട അഭിഷേകം, അതായത് ദിനവും പട്ട കൊണ്ട് അഭിഷേകം.